ഹായ് ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്, സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളിത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയും പോലെ തന്നെ ഇന്നും നമ്മൾ ഇങ്ങനെയുള്ള തട്ടിയും മുട്ടിയും ചട്ടിയും കാലൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്നും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് രാവിലെ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇത് രാവിലെ നമ്മൾ കപ്പ, ഞാൻ ഈ കപ്പയുടെ പേര് മാറ്റി പിടിച്ചതാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ പേരാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ കപ്പ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കപ്പയും അതുപോലെ തന്നെ കടലയും കൂടെ ചേർത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ. പക്ഷേ കടല തീർന്നു പോയി. കപ്പ കിട്ടിയപ്പോൾ കടലല്ല, കടല കിട്ടുമ്പോൾ കപ്പ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കപ്പ മാത്രം ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതേ കപ്പയൊക്കെ ഒന്ന് രാവിലെ തന്നെ വേഗം ചായക്ക് വെള്ളം വെച്ചു, ചപ്പാത്തി കുഴയ്ക്കാനുള്ള വെള്ളം വെച്ചു. അതിനുശേഷം വേഗം കപ്പയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കഷ്ണം മാത്രമേ എടുക്കണുള്ളൂ. അങ്ങനെ അതും കൂടെ റെഡി ആവാൻ വേണ്ടി കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ പയർ ഞാൻ ഇന്നലെ തന്നെ നന്നാക്കി വയ്ക്കുന്നൊരു കഴുകാനൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാനത് ചെറുതാക്കി അരിഞ്ഞിട്ടും വലുതാക്കി അരിഞ്ഞിട്ടും അവിയലിന് ഉണ്ടാക്കാനുള്ള രീതിയിൽ അരിഞ്ഞിട്ടും ഈ 3 രീതിയിൽ ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പയർ. അപ്പോൾ അതിൽ നിന്ന് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറും ക്യാരറ്റും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റും പയറും രാവിലെ എണീറ്റപ്പോൾ തന്നെ ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, തണുപ്പൊന്ന് മാറി കിട്ടാനായിട്ട് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതേ ഉപ്പേരിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ കപ്പ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഒന്ന് വറുത്തിട്ടതിന് ശേഷമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ 2-3 ദിവസം മുൻപ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇതെനിക്ക് അന്ന് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 2-3 ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് അന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ഇത് വേറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കാളൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കാളനൊക്കെ ചേന ഒക്കെ ഏട്ടനാണ് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചേന ഏട്ടൻ തന്നെയാണ് അരിഞ്ഞ് തരാറുള്ളത്. അപ്പോൾ ഞാനത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കായയും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് ഞാൻ കൈ കൊണ്ട് തൊടാതെ തന്നെയാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഞാനത് വെള്ളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ചട്ടുകം കൊണ്ട് എടുത്തിട്ട് പിന്നെ അതിൽ ഇങ്ങനെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മളിതേ കായയും ചേനയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാളൻ ഉണ്ടാക്കുമ്പോൾ ശരിക്കും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കില്ല കേട്ടോ. അതങ്ങനെ വെളുത്തിട്ടാണ് ഇരിക്കണത്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കില്ല. പക്ഷെ ഞാനിവിടെ അത് വെളുത്ത് ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സത്യത്തിൽ ശരിക്ക് കാളയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കില്ല കേട്ടോ. അങ്ങനെ അതേ ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം, നമ്മളിത് വെള്ളം ഏറി പോകരുത് കേട്ടോ, നമ്മളിത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ അതേ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 വിസിലടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ തേങ്ങയൊക്കെ ചിരവി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് എടുത്തിട്ട് തണുപ്പ് പോകാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതും കൂടെ നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഏറിപ്പോകരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മളത് അരച്ചെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ് കേട്ടോ. നമ്മൾ കാളനിലേക്ക് കുരുമുളകാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിന് കുരുമുളകും കൂടെ നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴുകി എടുത്തതിന് ശേഷം ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എരിവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് എടുത്തിട്ട് അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം എരിവ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. അത് അരച്ചൊക്കെ ഒന്നവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് നമ്മുടെ കാളനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിൽ ഇത്ര വെള്ളം ഇരിക്കണുള്ളൂ കേട്ടോ. ഈ വെള്ളം നമ്മളിനി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൽ കുറച്ച് വെള്ളം തന്നെ ഉള്ളൂ. ഇനി ഇത് നമ്മൾ അധികം ഇളക്കി ഇങ്ങോട്ട് ഉടച്ച് കൊടുക്കണ്ട. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള വേവായിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കുക്കറിൽ വെക്കാതെ നേരെ തന്നെ
അല്ലാത്ത രീതിയിൽ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കണത് വെച്ചാൽ നമുക്കിതിൽ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിനെ ഇളക്കി കൊടുത്ത് ഉടയ്ക്കാതിരുന്നാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ഒന്ന് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തൈരും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള തൈര് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ആവാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് തൈരും ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇതേ തൈര് നല്ല പുളിയുള്ള തൈര് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇത് നല്ല ഒരുപാട് കട്ട തൈരല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൽ ഈ കുമിള വരുന്നത് വെള്ളത്തിൻ്റെ അംശം പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. പക്ഷേ നമ്മളിത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ കണ്ടില്ലേ, ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കാളൻ റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കട്ടിയുള്ളൊരു പാത്രമാണ് വെച്ച് കൊടുക്കണതെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാതെ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ നമുക്കിത് കുറുകി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഏറെ ആവില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ വെള്ളം ചേർക്കാത്ത രീതിയിൽ തന്നെ നല്ല തിക്കായിട്ട് തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മാക്സിമം വെള്ളം ചേർക്കാതെ തന്നെ അതിലുള്ളതൊക്കെ ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിലാണ് നമുക്ക് കാളൻ കിട്ടുക, മഞ്ഞ കളറിലല്ല. ഈ തേങ്ങ അരച്ചിരിക്കുന്ന ഒരു കളറില്ലേ, ആ ഒരു രീതിയിലാണ് നമുക്ക് കാളൻ കിട്ടുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മഞ്ഞൾപ്പൊടി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി അധികം ഉടഞ്ഞ് കലങ്ങി പോവാത്ത രീതിയിൽ തന്നെ ഇതൊന്നിങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ. ആ തേങ്ങയൊക്കെ ഒന്ന് എല്ലായിടത്തും മിക്സ് ആവണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് എടുക്കുക. അപ്പോൾ എനിക്ക് ഈ കാളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, കാളൻ അവിയൽ എന്നൊക്കെ പറയണത്. അപ്പോൾ അങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മൾ അതൊന്ന് വറുത്തിട്ടെടുക്കാനുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ അതിലേക്ക് വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ മുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ അടിപൊളി കാളനാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ നമുക്ക് കിടിലനായിട്ട് കാളൻ തയ്യാറാക്കി എടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കാളൻ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് കുറുകി വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മൾ കട്ടിയുള്ള പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ കുറച്ച് ആ ചൂടിൽ കിടന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് ഉള്ള വെള്ളത്തിൻ്റെ അംശം കൂടെ ഒന്ന് വറ്റിപ്പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളൊന്നും പറയാം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.